ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് സമയത്തിൻ്റെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കുണ്ട്. അതായത് ജോലി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വീഡിയോസിൻ്റെ കാര്യം നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം വീഡിയോസ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ജോലിയുടെ കാര്യങ്ങൾ നോക്കാം എന്ന് കരുതിയിട്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എന്നൊരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റി വെച്ചേക്കുകയായിരുന്നു. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. അപ്പം ദൈവം സഹായിച്ച് എല്ലാം നിരക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളിപ്പം ഇടുന്നുണ്ട്. ശ്രീ വിശാഖ് എന്നുള്ള ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് കിട്ടും. ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേര്. നമുക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളായില്ല, വലിയ ഫോളോവേഴ്സ് അതിനകത്തില്ല, ഒരു 15,000 അടുപ്പിച്ചുള്ള ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്നവർ അത് ഫോളോ ചെയ്ത് വെക്കണമെന്നില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. രണ്ടിനകത്ത് സെയിം വീഡിയോസ് തന്നെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇൻഡസിലാണ് നമ്മളുള്ളത്. അപ്പം ഞാനിവിടെ ഈ ഒരു ഷോറൂമിൽ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു, അതായത് നമ്മുടെ കയ്യിൽ ഇയർ ബാഗ് വണ്ടികൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളവരെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വണ്ടികൾ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അതായത് വിക്ടോറിയസ് നല്ല രീതിയിൽ സ്റ്റോക്ക് അവരെ കിടപ്പുണ്ട്, ഗ്രാൻഡ് വിറ്റാറ കിടപ്പുണ്ട്, എർട്ടിക കിടപ്പുണ്ട്, ബ്രസ, ഡിസയർ, അതേപോലെ തന്നെ സ്വിഫ്റ്റ്, സെലേരിയോ, ഇത്രയും വണ്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് വണ്ടികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യേണ്ട എന്നതാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് വണ്ടികൾ ഉണ്ടെങ്കിൽ, ഒരു 10-20 വണ്ടിയോളം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ വണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം, ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേരെ, വിലയും എല്ലാം ഒന്ന് എഴുതി വെച്ചേരെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് അങ്ങ് കിടക്കാം. അത് തന്നെ നമുക്ക് കൂടിയ വണ്ടികളിൽ നിന്ന് നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഞാൻ സെലിയോരി വരെ കൊട്ടപ്പോണെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് കൂടിയ വണ്ടികളിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ നെക്സയുടെയും അരീനയുടെ കാര്യം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഇൻഡസ്ട്രിയിൽ നമുക്ക് രണ്ടും അവർക്ക് സെയിൽ ചെയ്യാം എന്നൊരു കാര്യമുണ്ട്. ഡീലർഷിപ്പ് രണ്ടായിട്ടല്ല അവർക്ക് വരുന്നത്. കാര്യം ഇവിടെ ഒരു ഔട്ടർ ഷോറൂമാണ് അവർ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് വണ്ടികളും ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. നമ്പറുണ്ട് താഴെ കാണാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പോൾ 25 വേണ്ട, 26 മതിയെങ്കിലും ഒന്ന് വിളിച്ചേരെ. നെക്സ്റ്റ് ആണെങ്കിലും അരീന ആണെങ്കിലും വിളിച്ചു. വിക്ടോറിയസിലേക്ക് തന്നെ വരാം. വിക്ടോറിയസ് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് കിടപ്പുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വിക്ടോറിയസ് തന്നെയാണ്. സ്ട്രോങ് ഹൈബ്രിഡ് അതിനകത്ത് നമുക്ക് സ്റ്റോക്കുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ VXI ഉണ്ട്, ZXI ഉണ്ട്, ZXI പ്ലസ് ഓട്ടോ, ZXI പ്ലസ് ഓപ്ഷൻ എന്ന് ഇത്രയും വേരിയൻസ് ഉണ്ട്. പിന്നെ നോർമൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ഹൈബ്രിഡ് അല്ലെന്നുണ്ടെങ്കിൽ ZXI ഉണ്ട്, ZXI പ്ലസ് ഉണ്ട്, ZXI ഓപ്ഷൻ എന്ന ഇത്രയും വേരിയൻസുകൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ZXI നോർമൽ വണ്ടി ZXI ആണെങ്കിൽ മാനുവലാണ് അവരിൽ കിടക്കുന്നത്. അതിനൊരു ഓൺ റോഡ് വരുന്നത് 16,50,000. ഇനി ZXI പ്ലസ് ആണെങ്കിൽ മാനുവൽ കിടപ്പുണ്ട്, അതിന് 18,85 ഓൺ റോഡ്. ഇനി ZXI ഓപ്ഷൻ ആണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവൽ അവരെ സ്റ്റോക്ക് കിടപ്പുണ്ട്. മാനുവൽ ആണെങ്കിൽ ഒരു 17,10, ഓട്ടോമാറ്റിക് 19,35 ഓൺ റോഡ് വരും. ഇനി സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ VXI കിടപ്പുണ്ട്, 20,25 ഓൺ റോഡ് വരും. ZXI കിടപ്പുണ്ട്, 22,18 ഓൺ റോഡ് വരും. ZXI ഓപ്ഷൻ കിടപ്പുണ്ട്, 22,73 ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേരിയൻസുകളാണ് അവരിൽ സ്റ്റോക്ക് ഉള്ളത്. അതിനകത്ത് ഇപ്പം ഏറ്റവും ബേസ്, സെക്കൻഡ് വേരിയൻറ്റ് ഇതൊന്നും നമുക്ക് സ്റ്റോക്ക് ഇല്ല കേട്ടോ. സ്ട്രോങ് ഹൈബ്രിഡും പിന്നെ ZXI പ്ലസ്, ZXI ഓപ്ഷൻ എന്നിങ്ങനെയുള്ള വേരിയൻസ് ആണ് അവരെ കിടക്കുന്നത്. പിന്നെ സ്ട്രോങ് ഹൈബ്രിഡിൽ VXI അവരിൽ സ്റ്റോക്ക് കിടപ്പുണ്ട്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞേക്കാം. ഇതിനൊരു ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം, അതായത് വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ച് ഓഫറിനകത്ത് വ്യത്യാസമുണ്ട്. 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ഇതിൻ്റെ ഓഫർ കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഓൺ റോഡ് വിലയിൽ നിന്നുമായിരിക്കും ഈ ഓഫേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഇയർ ബാക്ക് വണ്ടി വേണം എന്ന് നനച്ച് നിൽക്കുന്ന കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു വിക്ടോറിയസിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാം. ഇത്രയും വണ്ടികളുമുണ്ട്, ഇത്രയും അതിനൊരു ഓഫറും അവർ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഗ്രാൻഡ് വിറ്റാറ. ഗ്രാൻഡ് വിറ്റാറയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് സ്റ്റോക്ക് ഉള്ളത് സിഗ്മ കിടപ്പുണ്ട്, അത് ഏറ്റവും ബേസ് സ്റ്റോക്കുണ്ട്. വൈറ്റ് വണ്ടിയാണ് കിടക്കുന്നത്, 13,10 ഓൺ റോഡ്. ഡെൽറ്റ കിടപ്പുണ്ട്, 14,75 ഓൺ റോഡ് മാനുവലിന്, അത് ഗ്രേ ആണ് കിടക്കുന്നത്. ഇനി ആൽഫ, സീറ്റ കിടപ്പില്ല. സിഗ്മ, ഡെൽറ്റ, സീറ്റ്, ആൽഫ എന്നിങ്ങനെയാണല്ലോ പോകുന്നത്. സിഗ്മയും ഉണ്ട്, ഡെൽറ്റയും ഉണ്ട്, സീറ്റയില്ല. ആൽഫയാണെന്നുണ്ടെങ്കിൽ 18,80,000 വൈറ്റ് വണ്ടിയാണ് കിടക്കുന്നത്. ആൽഫ ഓപ്ഷൻ ആണെങ്കിൽ 19,50 ഓൺ റോഡ് വരും. ഇനി സ്ട്രോങ് ഹൈബ്രിഡ് ഡെൽറ്റ പ്ലസ് കിടപ്പുണ്ട്, 20,55 ഓൺ റോഡ് വരുന്നുണ്ട്. വൈറ്റ്, ഗ്രേ എന്നീ കളേഴ്സാണ് കിടക്കുന്നത്. അതിൽ സിഗ്മ കിടപ്പുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബേസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ വരുന്നത് ഒരു 1 ലക്ഷത്തിനടുത്ത് വരെ അവർ ഓഫേഴ്സ് ഇതിന് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് സംസാരിക്കുക. ഡീലർ ഭാഗത്തു നിന്നും എന്തെങ്കിലും കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടം തന്നെയായിരിക്കും. സംസാരിച്ചു, താഴത്തെ നമ്പറുണ്ട്, ഇത്രയും വണ്ടികളുമുണ്ട്, ഈ കളറാണ് കിടക്കുന്നത്, ഇതിൻ്റെ വില ഇതാണ്, ഇത്രയും ഓഫറുമാണ് ഇവർ കൊടുക്കുന്നത്. ഇൻഡസിലാണ് ഈ വണ്ടി കിടക്കുന്നത്. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഗ്രാൻഡ് വിറ്റാറെ നമുക്ക് കിടപ്പുണ്ട്. അടുത്ത വണ്ടി വരുന്നത് എർട്ടിക. എർട്ടിക ഒരുപാട് കിടപ്പില്ല. എർട്ടിക കിടക്കുന്നത് VXI ഓട്ടോമാറ്റിക്കും ഇവരിൽ കിടപ്പുണ്ട്. അതേപോലെ അതിൻ്റെ വില വരുന്നത് 11,76,000. പിന്നെ ZXI ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്,
അതിൻ്റെ വില വരുന്നത് 1497. അതും വൈറ്റ് ആണ്. അതായത് VXI ഓട്ടോമാറ്റിക്കുമുണ്ട്, ZXI ഓട്ടോമാറ്റിക്കും ഇവരയിൽ കിടപ്പുണ്ട്. ഒന്നിന് 1176 ഒന്നിന് 1497 ഓൺ റോഡ് വരൽ. ഇതിനൊരു ഓഫറായിട്ട് അവർ കൊടുത്തേക്കുന്നത് ഒരു 50,000 രൂപ റേഞ്ചിൽ നമുക്ക് ഓഫറായിട്ട് എർട്ടിഗ എന്ന വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എർട്ടിഗയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. എർട്ടിഗ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനി നമുക്കുള്ളത് ബ്രസ കിടപ്പുണ്ട്. ബ്രസ നമുക്ക് ഒന്നേ സ്റ്റോക്കുള്ളൂ. ZXI മാനുവലാണ് അത് കിടക്കുന്നത്. ഒരു 1270 അതിന് ഓൺ റോഡ് വരൽ. സിൽവർ കളറാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. ഓഫർ വരുന്നത് ഒരു 60,000 രൂപ റേഞ്ചിൽ അതിനൊരു ഓഫറായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബ്രസ ഇയർ ബാക്ക് ഓഫറോട് കൂടി വേണമെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തു. 60,000 ഓഫറുണ്ട്. ZXI മാനുവലാണ് കിടക്കുന്നത്. 1270 റേഞ്ചിൽ ഓൺ റോഡ് വരുന്നുണ്ട്. സംസാരിച്ചോ, എന്തെങ്കിലും കൂടി ഓഫർ കിട്ടാനായിട്ട് സാധ്യത ഒരുപക്ഷെ കാണാം. ഡീലർ ഭാഗത്തുനിന്നോട് ചിലപ്പോൾ തരും. ഇനി ഉള്ളത് ഡിസയറാണ്. ഡിസയർ കിടക്കുന്ന ഏതൊക്കെ വേരിയൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VXI കിടപ്പുണ്ട്, മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. VXI മാനുവലിന് 856 ഓൺ റോഡ്. VXI ഓട്ടോമാറ്റിക് 912. ഇനി ZXI കിടപ്പുണ്ട്. ZXI നമുക്ക് കിടക്കുന്നത് മാനുവലല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 1025. ZXI പ്ലസ് കിടപ്പുണ്ട്. അത് മാനുവലാണ് കിടക്കുന്നത്. 1055. ഇതെല്ലാം വൈറ്റ് വണ്ടിയാണ് കിടക്കുന്നത്. ഒരു 40,000 മുതൽ 50,000 രൂപ വരെയാണ് ഇതിന് ഓഫറായിട്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡിസയർ നോക്കി നടക്കുന്നവർക്ക് നേട്ടമാണ്. വണ്ടി കിടപ്പുണ്ട്, ഓഫറോടുകൂടി വാങ്ങാം. നോർമലിൽ 26 വണ്ടിക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ല. അപ്പം ചിലരുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റ് കുറവായിരിക്കും, ഒരു വണ്ടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഇയർ ബാഗ് പരിഗണിക്കാം. കാര്യം ഇതുകൂടി ഈ ഓഫർ കാണിക്കാതൊക്കെ നമുക്ക് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും കൂടി ഫണ്ടിങ് കിട്ടും. ഒരു ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറച്ച് വണ്ടി എടുക്കും. ആ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ എടുക്കുന്നവർ സ്ഥിരമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കും. എപ്പോഴും വണ്ടി മാറ്റത്തിൽ കാര്യം ആറ്റുനോട്ട് എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇയർ ബാഗ് നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുതരാം. ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് വണ്ടി എടുക്കാം. അത് നല്ലൊരു കാര്യമാണ്. ഒന്ന് വിളിച്ചോ താഴത്തെ നമ്പറിൽ. ഡിസൈറിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ പറയാം. ഇനി നമുക്ക് കിടക്കുന്നത് സ്വിഫ്റ്റ് മാനുവലാണ് കിടക്കുന്നത്. ZXI പ്ലസ് മാനുവലാണ്, ടോപ്പ് എൻഡ് ആണ്. ഗ്രേ ആണുള്ളത്. 980. അതിനൊരു 70,000 മുതൽ 80,000 രൂപ വരെ അവർ ഓഫർ തരും. ZXI പ്ലസ് മാനുവൽ ഗ്രേ വണ്ടി 9,80,000 ഓൺ റോഡ് വരൽ. ഇനിയുള്ള വണ്ടി സെലേരിയോയാണ്. സെലിയോരി നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ZXI മാനുവലാണ് കിടക്കുന്നത്. 6,80,000 ഓൺ റോഡ് വരൽ. വൈറ്റ് വണ്ടിയാണ് കിടക്കുന്നത്. 50,000-നും 60,000-നും ഇടയിലൊരു ഓഫർ അതിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യമുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര, ഡിസയർ കിടപ്പുണ്ട്, എർട്ടിഗ 2 വേരിയൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ വിക്ടോറിയസ് അത്യാവശ്യം കിടപ്പുണ്ട്. സെലിയറോ സ്വിഫ്റ്റൊക്കെ ഓരോ വണ്ടി വരെ നമുക്ക് വരുന്നുള്ളൂ. അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കാണിച്ചിട്ട് നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇഗ്നിസ് ഒന്നും ഇവിടെ ഇല്ല, അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. കാര്യം പല വീഡിയോസിലും ഞാനത് ഇഗ്നിസിൻ്റെ കമൻറ്റ് കാണലുണ്ട്. വണ്ടി ഉണ്ടോ എന്നുള്ളൊരു ഓൾട്ടോ, വാഗണോർ ഇങ്ങനത്തുള്ള വണ്ടികൾ നമുക്ക് സ്റ്റോക്കില്ല. ഇത്രയും വണ്ടികളാണ് ഇവിടെ ഇയർ ബാക്ക് സ്റ്റോക്ക് കിടക്കൽ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതും ഒരു നേട്ടമാണ് ഇതിനകത്ത്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ ഇന്നത്തെ വീഡിയോയിൽ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണിച്ച നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അതേപോലെ ഇതുപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.